വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ശരിയായ ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കുവാൻ മക്കളെ എങ്ങനെ സഹായിക്കാം, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായി നമ്മളുടെ ഓൺ സ്ക്രീനിലുള്ളത് റെജി ചേട്ടനും സോഫി ചേച്ചിയാണ്. റെജി ചേട്ടൻ ഒരു ബിസിനസ് ഫേമിൽ വർക്ക് ചെയ്യുന്നു. സോഫി ചേച്ചി ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു തിരുവനന്തപുരത്ത്. റെജി ചേട്ടനും സോഫി ചേച്ചിയും ഞങ്ങൾ കേൾക്കാമോ? ഹായ് എൽറിയ, ചേട്ടാ കേൾക്കാം. ഓക്കെ, റെജി ചേട്ടനും സോഫി ചേച്ചിയും ചേട്ടൻ്റെയും ചേച്ചിയുടെയും മക്കളെ ഈ ശരിയായ ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കുവാനായിട്ട് നിങ്ങൾ എന്തൊക്കെ രീതിയിലാണ്, ഒരു മാതാപിതാക്കൾ എന്ന രീതിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങളായിട്ട് പങ്കുവെക്കാമോ? മക്കളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ജീവിതാന്തസ്സ് തിരഞ്ഞെടുത്താലും അത് ദൈവഹിതത്തിനനുസരിച്ചുള്ള ഒരു ജീവിതാന്തസ്സ്, ദൈവവിളി, നമ്മുടെ വിളി തിരിച്ചറിഞ്ഞ് അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ ദൈവവിളി ഞങ്ങൾ തിരഞ്ഞെടുത്തതിനെ പറ്റി ഞങ്ങൾ ഓപ്പണായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. സോഫി ഒരിക്കലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചെറുതായിരുന്നപ്പോൾ എൻ്റെ യേശുപിതാവിനെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ചിലപ്പോൾ ആ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കാം ഇന്ന് വിശ്വാസത്തിൽ എനിക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത്. എൻ്റെ കുഞ്ഞൊരിക്കൽ എന്നോട് പറഞ്ഞു, എന്നോടല്ല ആക്ച്വലി ഇത് സോഫിയോടാണ് പറഞ്ഞത്, വിശുദ്ധ കുർബാനയുടെ ഇടയിൽ കാസ ഉയർത്തുന്ന സമയത്ത്, ആ കാസ ഉയരുന്ന സമയത്ത് ഇവർ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിത പങ്കാളി കുരുത്തുകേടൊന്നും കാണിക്കാതെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെന്നുള്ളതും ഞാൻ പങ്കുവെച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. അതുമാത്രമല്ല, ഒരിക്കലും ഞങ്ങളുടെ വീട്ടിലൊരു നല്ലൊരു ഫൈറ്റ് ഉണ്ടായി, കുഞ്ഞുങ്ങൾ തമ്മിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ടായി. അപ്പോൾ ഈ ഫൈറ്റിൻ്റെ സമയത്ത് നമ്മൾ ജയിക്കാൻ വേണ്ടി പലതും പറയുമല്ലോ. അപ്പോൾ ഒരാൾ തീരെ അങ്ങ് തോറ്റു വന്നപ്പോഴത്തേക്കും ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോഴേക്കും മറ്റേ ആളെ ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. മറ്റേ ആൾക്ക് വൈദിക വൃത്തിയിലേക്ക് പ്രവേശിക്കാൻ ഒത്തിരി ആഗ്രഹം ഉള്ളിലുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പറഞ്ഞാണ്, നീ ഒരിക്കലും ഒരു അച്ഛനാവൂലടാ, നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുടനെ അതുവരെ ജയിച്ച് നിന്നിരുന്ന ആൾ പെട്ടെന്ന് അങ്ങ് മുഖമൊക്കെ മാറി അങ്ങ് ഡൗൺ ആയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നീ എൻ്റെ കാല് ഞാൻ പിടിക്കാം, ഒരിക്കലും അത് മാത്രം പറയല്ലേ, കാര്യം ഒരു ദിവ്യബലിയെങ്കിലും അർപ്പിച്ചിട്ട് മരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവനങ്ങനെ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി. അത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഇവർ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ തന്നെ എനിക്ക് വളരെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു, ഈ കുഞ്ഞുങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇവർ ഏതൊരു ദൈവവിളി സ്വീകരിച്ചാലും അത് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ വിളിക്കുള്ള പ്രത്യുത്തരം വരണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. അത് ഈശോ ശരിക്കും ആ ഒരു ആഗ്രഹത്തിന് ഈശോ ഉത്തരം തരുന്നതായിട്ട് ഈ ഒരു ഇൻസിഡൻസ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ വ്യത്യസ്തമായ ജീവിതാന്തസ്സുകളുണ്ടല്ലോ, അത് പരിചയപ്പെടുത്താനായിട്ട്, അത് മക്കളെ പരിചയപ്പെടുത്താനായിട്ട് നിങ്ങൾ എന്താണ് അഡീഷണൽ ആയിട്ട് എടുത്തേക്കുന്ന ഒരു സ്റ്റെപ്പ്? കുഞ്ഞുങ്ങൾ ചെറുപ്പമായിരുന്നപ്പം മുതലേ വിശുദ്ധരുടെ മൂവികൾ കളക്ട് ചെയ്തിട്ട് അത് കാണിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ എൻ്റെ മകൻ പറയുണ്ടായി, അവന് ജോസഫ് കുപ്പർത്തിനോട് ഒരു സിനിമ കാണിച്ചത് അവന് വളരെയധികം സ്പർശിച്ചു, അവൻ്റെ ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കുന്നതിൽ ഒരു പ്രചോദനമായി മാറിയിട്ടുണ്ടെന്നുള്ളത് പറയുകയുണ്ടായി. ഇടയ്ക്ക് സെമിനാരികളിൽ സന്ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ പിതാക്കന്മാരെയൊക്കെ കാണുമ്പോൾ അവരെ പോയി കാണുകയും സംസാരിക്കുകയും ഒരു കുടുംബത്തിലൊരു അംഗത്തിനെ പോലെ ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളോട് കുടുംബാംഗത്തോട് പോലെ സംസാരിച്ചിരിക്കുന്ന സമയമൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. മഠങ്ങളിൽ പോയി സിസ്റ്റേഴ്സിനെ കാണുകയും അനാഥാലയങ്ങൾ അഗതി മന്ദിരത്തിൽ പോയി അവരെ പോയി സിസ്റ്റേഴ്സ് അവർ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ കാണുകയും ഒക്കെ ചെയ്ത സമയങ്ങൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഇപ്പോൾ വിവാഹ ജീവിതം ആണോ നല്ലത് അതോ വൈദിക വൃത്തിയാണോ നല്ലത്, ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നും. അപ്പം രണ്ട് ഇതിൻ്റെയും ബ്യൂട്ടി ഇവർക്ക് കോറിലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, കാറിൽ പോയപ്പോഴേക്കും എൻ്റെ ഒരു കുഞ്ഞ് അപ്പുറത്തെ കാറിലൊരു നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു പെൺകൊച്ചിനെ കണ്ടപ്പോൾ, അമ്മേ എനിക്ക് അതുപോലൊരു മൂളെ എന്നെയൊക്കെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് തരണേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവൻ്റെ മനസ്സിൽ ഈ ക്യൂട്ട്നെസ് കയറിയിട്ടുണ്ട്. നാച്ചുറലാണല്ലോ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പെൺകൊച്ചിനെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ സ്ലോലി ഞങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസിൽ, ഞങ്ങൾ തമ്മിലുള്ള പങ്കുവയ്ക്കൽ, നമ്മുടെ മാരീഡ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പരസ്പരം നമ്മുടെ പങ്കുവയ്ക്കലാണെന്നും വിട്ടുകൊടുക്കലാണെന്നും, അങ്ങനെയുള്ള മാരീഡ് ലൈഫിൻ്റെ ബ്യൂട്ടി, ആ ഒരു കുടുംബജീവിതത്തിൻ്റെ ബ്യൂട്ടി കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ അവർക്ക് ഇട്ടുകൊടുക്കാനായിട്ട്, അവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വൈദികർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാനും, എഴുതി വെച്ച് ഇവരുടെ കൈയുടെ പടം വരച്ച് അതിൻ്റെ അകത്ത് സ്കെച്ച് എടുത്തിട്ട്
ആയിട്ട് അതിനകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇവർക്ക് ഈ പല സ്റ്റേറ്റ്സ് ഓഫ് ലൈഫ് ഇവർക്ക് ഫെമിലിയർ ആകും. അതുപോലെ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി സക്സസ് സ്റ്റോറീസ് ഒക്കെ വരുമല്ലോ, വൈദികരുടെ ഒത്തിരി സക്സസ് സ്റ്റോറീസ്, അതുപോലെ സിസ്റ്റേഴ്സിൻ്റെ കോളിനെ കുറിച്ചുള്ള ബ്യൂട്ടിഫുൾ കോളിനെ കുറിച്ചുള്ള സ്റ്റോറീസ്, നമുക്ക് തന്നെ പരിചയമുള്ള ഒത്തിരി ചെത്തി നടന്ന് ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്തിരുന്നപ്പോൾ ദൈവവിളി കിട്ടിയ കാര്യങ്ങളും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഏത് സ്റ്റോറി ആണെങ്കിലും ചിലപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഒരു ഫെയിലിയറിൻ്റെ സ്റ്റോറി ആയിരിക്കാം, അതിൻ്റെ റീസൺ അതിനകത്ത് ഈശോയ്ക്ക് പ്രയോറിറ്റി കൊടുക്കാത്തത് കൊണ്ടാണ് എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ചേട്ടാ ചേച്ചി, മക്കളെ ശരിയായ ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കുവാനായിട്ട് മാതാപിതാക്കൾ എന്ന രീതിയിൽ നിങ്ങളൊരു സ്പിരിച്വൽ സപ്പോർട്ട് വേണമല്ലോ അവർക്ക് കൊടുക്കണം. എന്തൊക്കെ രീതിയിലുള്ള സ്പിരിച്വൽ സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതെന്ന് ഷെയർ ചെയ്യാവോ? മക്കൾക്ക് നല്ലൊരു ദൈവവിളി, അവരുടെ ദൈവവിളി എന്താണെന്ന് തിരിച്ചറിയാനായിട്ടും അത് സ്വീകരിക്കാനായിട്ടും അവർക്ക് സാധിക്കുന്നതിന് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ തലതൊട്ട മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെ ഉണരുമ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കൾക്കും ഞാൻ തലതൊട്ട മക്കൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ടും ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ദിവ്യാരണത്തിന് മുമ്പിൽ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മക്കൾക്കാണെങ്കിലും ഞാൻ തലതൊട്ട മക്കൾക്കാണെങ്കിലും അവരുടെ ദൈവവിളി ഏതെന്ന് തിരിച്ചറിയുവാനായിട്ട് അതിനനുസരിച്ച് ഉത്തരം നൽകിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ദൈവമേ അവരെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. ഇതിനു വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ദൈവവിളി തിരിച്ചറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ജീവിതാന്തസ്സിലേക്ക് അവർ കടക്കുന്നത് ഉറപ്പായിട്ടും ദൈവസ്വരം കേട്ടുകൊണ്ട് വേണം. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവവചനത്തിലൂടെയാണ് ഇവർ ശരിക്കും ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് തമ്പുരാൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഈ ജീവിതാന്തസ്സിലേക്ക് കടക്കാൻ സമയമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളോട് വളരെ കോൺക്രീറ്റ് ആയിട്ട് പറയാറുണ്ട്, ബൈബിൾ മുഴുവൻ വായിച്ച് വേണം ഈ ഒരു തീരുമാനങ്ങളിലേക്ക് അവർ ഏതൊരു തീരുമാനം എടുത്താലും അതിലേക്ക് കടക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത് റിമൈൻഡ് ചെയ്ത് നമ്മൾ പറയും, 2 ദിവസം പറയും, ചിലപ്പോൾ വിട്ടുപോകും, അത് കഴിഞ്ഞിട്ട് അവർ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇവരെ ഒന്ന് പുഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, വചനം മുഴുവൻ വായിക്കണം. കാര്യം ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളൊരു ഫാക്റ്റ് അവരുടെ ഉള്ളിലേക്ക് ഇൻസ്റ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെഷൻ ഇൻപുട്ട് നല്ലൊരു ഇൻഫർമേറ്റീവ് ആണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു ചേച്ചി. നമുക്ക് ടോജൻ ചേട്ടനും മീന ചേച്ചിയും അവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് അവർക്ക് സംസാരിക്കാനുള്ളത് നമുക്ക് കേൾക്കാം. സോ ഓവർ ടു യു ടോജൻ ചേട്ടാ, മീന ചേച്ചി. താങ്ക് യു മനു. താങ്ക് യു എൽറിയ. ഇന്ന് നമ്മോടൊപ്പം വീഡിയോ കോൺഫറൻസിൽ വന്നിരിക്കുന്നത് ഔദച്ചൻ ബ്രദറാണ്. ബ്രദറിൻ്റെ വീട് കൂടല്ലൂർ, ഭാര്യ 4 മക്കളാണുള്ളത്. അതിലൊരാൾ വൈദികനാണ്, ബ്രദർ ഒരു വചന പ്രഘോഷകനാണ്. അപ്പോൾ വെൽക്കം ബ്രദർ. വിശുദ്ധ വേദിയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ബ്രദറെ, നമുക്കറിയാം, അതായത് ദൈവവിളി എന്ന് പറയുമ്പം പൗരോഹിത്യം അല്ലെങ്കിൽ സന്യാസം ദൈവവിളിയാണ്, അതോടൊപ്പം കുടുംബജീവിതവും ഒരു ദൈവവിളി തന്നെയാണ്. അപ്പം ഈ വിളി ഏതാണെങ്കിലും അപ്പം അതിന് മക്കളെ അതിനു വേണ്ടിയിട്ട് ഒരുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ മക്കളാണത്, നമ്മുടേതല്ല. ദൈവം തന്ന മക്കളെ ദൈവഗീതപ്രകാരം വളർത്തുവാനുള്ള അനുഗ്രഹം നമ്മൾ ദൈവത്തിന് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് ദൈവം കൃപ തരും, ആ രീതിയിൽ വളർത്തുവാനുള്ള അനുഗ്രഹം തരും. എൻ്റെ ജീവിതത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ മൂത്ത മകൻ SLC പാസ്സായി കഴിഞ്ഞ ഉടനെ സെമിനാരി പോകണമെന്നുള്ള ആഗ്രഹം പ്രകടമാക്കി. അപ്പോൾ അതിനു മുമ്പൊന്നും അവൻ പ്രാർത്ഥിച്ചൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് ശരിക്കും ഇവൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ പ്രത്യേക ദൈവത്തിന് സമർപ്പിച്ചു. അവനോട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അവൻ പല സ്ഥലങ്ങളിൽ അപേക്ഷ കൊടുത്തു. അതിനൊന്നും ഞാൻ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചില്ല. കാരണം അതിനു മുമ്പ് അവൻ അങ്ങനെ ഒരു താല്പര്യം കാണിക്കാഞ്ഞത് കൊണ്ടാണ്. അവന് സെമിനാറിൽ അഡ്മിഷൻ കിട്ടി, അവൻ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ മകൻ പറഞ്ഞു, എനിക്ക് സെമിനാരിൽ പോകണമെന്ന്. അപ്പോഴത്തേക്കും എൻ്റെ ഭാര്യ, അവൻ്റെ അമ്മ പറഞ്ഞു, മൂത്തവൻ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നമുക്ക് രണ്ടാമനെ വിടണ്ട. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇവൻ കുഞ്ഞു പ്രായം മുതലേ പ്രാർത്ഥിക്കുന്നതാണ്, എന്നെ ഒരു അച്ഛനാക്കണേ, ഒരു വൈദികനാക്കണേ,
കുർബാന സ്വീകരണം മുതലേ അത് എന്നും വീട്ടിൽ ഉറക്കെ പ്രാർത്ഥിക്കുക നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ മുതലേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എന്നെ വിശുദ്ധനായൊരു വൈദികനാക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവനങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നിരുത്സാഹപ്പെടുത്താൻ പറ്റുന്നത്? അപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു, അങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഒരു മകൻ അച്ഛനാകാനായിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവൻ വീട്ടിൽ നിൽക്കട്ടെ. അപ്പം എനിക്ക് ഒരു ഉത്തരം പറയാനായിട്ട് അവിടെ ഉണ്ടായില്ല. അപ്പോൾ ഞാനിത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവളോടും പറഞ്ഞു നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, ദൈവഹിതം വെളിപ്പെടട്ടെ എന്ന്. ഒരു ദിവസം അവൻ ഞങ്ങളോട് ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ചു, ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ, അതോ നിരുത്സാഹപ്പെടുത്തുന്നവരാണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ചങ്കിൽ കൊണ്ടു. അവൾ പറഞ്ഞു, ഇവന് എത്ര ആഗ്രഹമാണ്, അവൻ പോട്ടെ എന്ന്. ഞങ്ങൾ അവനെ സമർപ്പിച്ചു. അവൻ രൂപതയിലെ വൈദിക സെമിനാരിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൂത്തവൻ ഫിലോസഫിയിൽ വെച്ച് ഇനി തുടരണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അവൻ്റെ അധികാരികളും അത് അംഗീകരിച്ചു. അവൻ തിരിച്ചു പോന്നു. അവൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഗ്രേസിക്ക് ഞങ്ങൾക്ക് മനസ്സിലായത് ശരിക്കും ദൈവം നയിച്ച വഴിയാണ്. അപ്പോൾ അവിടെ കുഞ്ഞുനാൾ മുതൽ ഇവൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവഹിതം നിറവേറട്ടെ എന്നൊരാഗ്രഹമായിരുന്നു. ഇടയ്ക്കൊരു തടസ്സം വന്നിരുന്നെങ്കിലും ആ ഒരു തിരുഹിതത്തിലേക്ക് വരാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന കാര്യം, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള കാര്യം, നമ്മുടെ മക്കളല്ല, അവർ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം അവരെ തൻ്റെ ഇഷ്ടപ്രകാരം നയിക്കട്ടെ, വിട്ടുകൊടുക്കുക, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അവരിലൂടെ തിരുഹിതം വെളിപ്പെടും. അപ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ നയിക്കുക. അതാണ് വേണ്ടിയിരിക്കുന്നത്. ബ്രദർ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ എൻ്റെ അനിയത്തി ഒരു സിസ്റ്ററാണ്. അപ്പോൾ എൻജിനീയറിങ് ഏകദേശം തീരാറായപ്പോഴാണ് ഇങ്ങനെ ആ ഒരു വിളി തിരിച്ചറിഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് അറിഞ്ഞപ്പോൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, എതിർപ്പുകൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടർ പറയുന്നത് ഇത്രയൊക്കെ പഠിച്ചിട്ട് എന്തിനാ ഇപ്പോൾ ഈ ഒരു സിസ്റ്റർ ആവാൻ പോകുന്നതെന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക, എന്തിനാ ഇത്രയും സമയം പോയി ഇത്രയും പഠിച്ച ആളെന്തിനാ വെറുതെ കളയുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വീട്ടിലും പാരൻസിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് പ്രശ്നമല്ല, ബട്ട് രണ്ടാമത്തെ ആൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രദറിന് എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു പാരൻസിൻ്റെ റോളിൽ ഇതിനെ പറ്റി? ഈ വിളിക്കുന്ന ദൈവം അവരുടെ ഭാവി കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പോഴേ ചിലരെ SLC കഴിയുമ്പോഴേ വിളിക്കും, ചിലരെ +2 കഴിയുമ്പോൾ വിളിക്കും, ചിലരെ ഇതുപോലെ ഡിഗ്രി കഴിഞ്ഞോ എൻജിനീയറിങ് കഴിഞ്ഞിട്ടോ ഒക്കെയാണ്. എൻ്റെ മൂത്ത പെങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് BSc കഴിഞ്ഞിട്ട് MA കഴിഞ്ഞ് നല്ല റിസൾട്ടൊക്കെ കിട്ടി ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാണ് കോൺവെൻറ്റിൽ ചേർന്നത്. അപ്പോഴേ പെങ്ങൾ പറഞ്ഞൊരു കാര്യം, ഈ ഡിഗ്രി പഠിച്ചതും ഡിഗ്രി പഠിച്ചതും കോളേജിൽ പോയി MA എടുത്തതും തുടർന്നുള്ള കാര്യങ്ങളും പിന്നീടുള്ള ജീവിതത്തിൽ ഒത്തിരി ഉപകാരപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ ചില അനുഭവങ്ങൾ, പരിശീലനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് എന്ന് കാണുന്ന ദൈവം അതനുസരിച്ചാണ് വിളിക്കുന്നത്. അപ്പോഴേ ഈ വിളിക്കുന്ന ദൈവത്തിനറിയാതെ എപ്പോഴാണ് വിളിക്കേണ്ടതെന്ന്. അപ്പോൾ മാതാപിതാക്കളായ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. എപ്പോഴാണോ അങ്ങ് വിളിക്കുന്ന വിളി മനസ്സാക്കി തരിക. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമുക്ക് അവർ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവരുടെ ആ താല്പര്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ നമ്മളതിനെ വിട്ടുകൊടുത്ത് വെക്കുക. ഇനി നമ്മളത് തടഞ്ഞ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഇപ്പം അച്ഛനാകാനോ സിസ്റ്ററാകാനോ പോകാനുള്ള ആളിനെ തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അവരുടെ കുടുംബജീവിതത്തിൽ അവർ വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം പലരുടെ അനുഭവങ്ങൾ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പ്ലാൻ അറിയാൻ മാതാപിതാക്കൾ ആഗ്രഹിച്ച് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് അത് മനസ്സിലാക്കി തരും. കുട്ടിയിലാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുക. അത് എന്നായിരുന്നാലും ആമേൻ പറയുക എന്നുള്ളതാണ് ശരിക്കും നല്ലത്. അപ്പോൾ ആ ശരിയായ രീതിയിൽ ദൈവം നയിച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ ഇപ്പം വിവാഹം എന്നതും ഒരു വിളിയാണല്ലോ. അപ്പം അതിലേക്കും എങ്ങനെ മക്കളെ ഒന്ന് ഗൈഡ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ ഒന്നൊന്ന് ഷെയർ ചെയ്യാമോ? നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങൾ രൂപം കൊള്ളുമ്പോൾ മുതലേ മാതാപിതാക്കളുടെ സ്വാധീനമുണ്ട്. പുറത്തു വരുമ്പം മുതലല്ല, ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്ന അന്ന് മുതലേ. അവിടെ ദമ്പതികളുടെ രഹസ്യാത്മകതയാണ്, പക്ഷേ കുഞ്ഞിനെ സംബന്ധിച്ചോളം അതറിയാം. അപ്പോൾ അവിടെ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. അത് കഴിഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കാണുന്ന കാര്യങ്ങളും. അപ്പോൾ മാതാപിതാക്കളുടെ ജീവിതം കാണുന്ന മക്കൾ, ഇപ്പോൾ മാതാപിതാക്കൾ നല്ല കുടുംബജീവിതമാണ് നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലാവും.
പേരൻസ് അവരുടെ ഗ്രാൻഡ് പേരൻസിനെ, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതൊക്കെ ശരിക്കും കാണണം. അങ്ങനെ കാണുമ്പോൾ അത് ഇവരുടെ മനസ്സിൽ സ്വാധീനിക്കും. അതുപോലെ തന്നെ അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും എല്ലാം. അപ്പോൾ ഈ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം കാണുമ്പോൾ ഇവരുടെ ഉള്ളിൽ തോന്നണം എനിക്കൊരു കുടുംബജീവിതം വേണമെന്ന്. ഒത്തിരിയേറെ യുവതികളും യുവാക്കന്മാരും ഒക്കെ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ കുടുംബജീവിതത്തിലേക്ക് പോകുകയില്ല, കല്യാണം കഴിക്കുന്നില്ല. ഞാൻ എന്താ അപ്പനും അമ്മയും തമ്മിൽ സ്ഥിരം അടിയാണ്, അവർ തമ്മിൽ എന്നും സ്റ്റണ്ടാണ്. അങ്ങനെ ഒരു ജീവിതം എന്തിനാ? തനിച്ച് ജീവിച്ചുകൂടെ? എന്തിനാ അങ്ങനെ വേണ്ട. അപ്പോൾ വിവാഹ ജീവിതത്തെ, കുടുംബജീവിതത്തെ വെറുക്കുന്ന ഒരു പറ്റം യുവതി യുവാക്കളുണ്ട്. അതിൻ്റെ കാരണം മാതാപിതാക്കളുടെ ജീവിതം കണ്ടതാണ്, അത് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാതൃകാപരമായൊരു ജീവിതം അപ്പനും അമ്മയും നയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പരിശീലനം അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ പതിയും. അത് തീർച്ചയായിട്ടും കുടുംബജീവിതത്തിൻ്റെ ദൈവവിളി സ്വീകരിക്കുന്നതിന് അവർ ശക്തരാവുകയും അത് വിജയപ്രദമാവുകയും ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് മക്കളെ എപ്പോഴും ഒരുക്കി തയ്യാറാക്കിയിരിക്കുക എന്നുള്ളത് അല്ലേ? അതായത് ജെറമ്യാ പ്രവാചകനെ കുറിച്ച് ദൈവം പറയുന്നത് ജനിക്കും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്നാണല്ലോ. അപ്പം നമ്മളും ജനിക്കും മുമ്പേ കുഞ്ഞുങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവെ, ഇവരെക്കുറിച്ചുള്ള ഹിതം അനുസരിച്ച് വളർത്താൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണം, ശരിയായ ജീവിതാന്തസ്സിലേക്ക് നയിക്കാനുള്ള പരിശീലനം ഞങ്ങൾക്ക് തരണം, അവരിലും അതിട്ട് വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള സമർപ്പണവും പ്രാർത്ഥനയും. ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ചിന്ത, ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് വളർത്താൻ ദൈവം തന്നതാണ്, ഞങ്ങളുടെ മക്കളല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. തിരിഹിതപ്രകാരം അവരെ നയിക്കണം, ജീവിതാന്തസ്സിൽ എത്തിക്കണം. ഈ ഒരു ആഗ്രഹവും ഈ ഒരു സമർപ്പണവും ഈ ഒരു ആശ്രയത്വവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് അവിടെ ശക്തമായിട്ട് ഇടപെടുക തന്നെ ചെയ്യും. ശരിയായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കാൻ അവർക്ക് എളുപ്പമാവുകയും ചെയ്യും. പലർക്കും പല കൺഫ്യൂഷൻസ് വരാറുണ്ട്. നമ്മൾ ഈ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നുണ്ടായിരിക്കാം, പക്ഷേ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ചിലപ്പം മറ്റത് വേണോ ഇത് വേണോ, അതായത് ഈ രണ്ട് വിളികളിലും ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ചിലപ്പം പലർക്കും വരാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് എടുക്കാം? അല്ലെങ്കിൽ പലർക്കും പല ഒരു അടയാളമായിരിക്കാം, അല്ലെങ്കിൽ പല വ്യക്തികളിലൂടെ ആയിരിക്കാം. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ, ഏതൊക്കെ രീതിയിലൊന്ന് നമുക്ക് ഇതിനൊരു ഉത്തരം കണ്ടെത്താമെന്നൊരു പറയാമോ? ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ദൈവവിളി കിട്ടി, അവൾ മഠത്തിൽ ചേർന്നു. പക്ഷെ അവൾക്ക് കുറച്ച് നാളുകൾ കൊണ്ട് മനസ്സിലായി ഇതെനിക്ക് പറ്റുന്നതല്ല. അവളുടെ അധികാരികൾക്കും ബോധ്യപ്പെട്ടു. അവൾ തിരിച്ചു വരുന്നു. നമ്മൾ അവളെ സ്വാഗതം ചെയ്യണം. ഈ നാളുകളിൽ കർത്താവ് ഉദ്ദേശിച്ച പരിശീലനം കുടുംബജീവിതത്തിന് വേണ്ടത് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മളൊന്ന് അംഗീകരിച്ചാൽ മതി. അതുപോലെ തന്നെ സെമിനാരി പോകുന്ന എല്ലാവരും അച്ഛനാകണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. ദൈവം അവരെ അങ്ങനെ ആയിരിക്കും ഫോം ചെയ്തെടുക്കാനായിട്ട് തീരുമാനിച്ചായിരിക്കുന്നത്. അതിന് നമ്മളൊന്ന് ആ മക്കൾ തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത്, മോനെ ഇത്രയും നാളുകൾ കൊണ്ട് നിനക്ക് കിട്ടിയത് പ്രയോജനപ്പെടുത്തി കുടുംബജീവിതത്തിലേക്ക് ഫലപ്രദമാക്കുക എന്ന് പറഞ്ഞ് അവനെ നയിക്കാൻ തുടങ്ങുമ്പോൾ ആ വിളി മാറി ഈ വിളിയായി. അപ്പോൾ ശരിയായി, ഇതെല്ലാം ദൈവവിളിയാണല്ലോ. ഇനി കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ആടിയില്ലെന്ന അനുഭവം ഉണ്ടാകുമ്പോൾ അതിന് ഉൾക്കാഴ്ചകൾ കിട്ടി, അതിന് വേണ്ട പ്രാർത്ഥനയും ചൈതന്യം കിട്ടിക്കഴിയുമ്പോൾ അത് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. കാരണം ഇതിൻ്റെ ആത്യന്തികമായിട്ട് തമ്പുരാൻ്റെ സഹായം അവിടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് അവിടെ ഇടപെടുന്നുണ്ടെങ്കിൽ ഒന്നും ഒരു പ്രയാസമുള്ള കാര്യമായിരിക്കില്ല. പിന്നെ ഇത് തിരിയാനായിട്ടുള്ള വ്യക്തതയ്ക്ക് അത് ഏത് സമയത്തും ദൈവത്തിന് ഇടപെടാം. ഇപ്പോൾ പോയിട്ട് തിരിച്ചു വരുന്നവരുണ്ടല്ലോ, അപ്പോൾ അവിടെ ദൈവം ഇടപെട്ട ആ സമയത്താണ്. അതുപോലെ തന്നെ ഇറങ്ങി പുറപ്പെടാനുള്ള ധൈര്യം കിട്ടാത്ത ആളുണ്ട്. പിന്നെ അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പോൾ ജീവിത പങ്കാളിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ, കർത്താവേ അങ്ങയുടെ ഹിതമനുസരിച്ചുള്ള വ്യക്തി എനിക്ക് മതി, വേറെ ഡിമാൻഡുകളൊന്നുമില്ല, അങ്ങയുടെ പദ്ധതി നിറവേറണം, അതാട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവഹിതം അല്ലെങ്കിൽ മാറണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം അത് മനസ്സാക്കി തരും. ദൈവഹിതമാണ് നടക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് നമുക്കുള്ളതെങ്കിൽ അതും വ്യക്തമാക്കി തരും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് വളരെ എളുപ്പകരമായിരിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സോ ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. ഒരുപാട് കുറേ ഇൻഫർമേറ്റീവ് കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമായ ജെറിനച്ചൻ ഫിലിപ്പൈൻസിൽ നമ്മളോടൊപ്പം ഓൺലൈനിലുണ്ട്. ഹായ് അച്ഛ. അച്ഛൻ്റെ ഒരുപാട് വാല്യുബിൾ ഇൻപുട്ട് ഈ ടോപ്പിക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും ഒപ്പം അച്ഛൻ്റെ ഒരുപാട് അഡ്വൈസും ഒക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ വളരെയധികം താല്പര്യത്തോടെ ഞങ്ങൾ എല്ലാവരും പ്രേക്ഷകർ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അച്ഛൻ എന്താണ് ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളതെന്ന് പറയാമോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാല്യം മുതൽ സഹായിക്കാം? ഞാൻ ഒരു കറക്ഷൻ വിട്ടോട്ടെ ആദ്യമേ തന്നെ. ജീവിതാന്തസിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട കാര്യം ദൈവവിളി തിരഞ്ഞെടുക്കാൻ എങ്ങനെ മക്കളെ സഹായിക്കാം എന്നുള്ളത് തന്നെയാണ്.
ആദ്യമേ തന്നെ പറയട്ടെ, ഒരൊറ്റ ദൈവവിളിയേ ഉള്ളൂ കേട്ടോ. അതെന്താണ്? വിശുദ്ധിയിലേക്കുള്ള വിളി. യൂണിവേഴ്സൽ കോൾ ടു ഹോളിനെസ്. നമുക്കെല്ലാവർക്കും ഒരേ ഒരു വിളിയേ ഉള്ളൂ, അത് വിശുദ്ധരാവുക, സ്വർഗത്തിലേക്ക് തിരിച്ചു പോവുക, ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കുക. ബാക്കിയുള്ള ഇതെല്ലാം നമ്മുടെ എല്ലാം മാർഗങ്ങളാണ്. ഞാൻ പൗരോഹിത്യം സന്യാസ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നതും നിങ്ങൾ പലരും തന്നെ കുടുംബജീവിതം സ്വീകരിച്ചിരിക്കുന്നതുമെല്ലാം മാർഗങ്ങളാണ് നമുക്ക് വിശുദ്ധരാവാനുള്ളത്. എന്നിട്ട് ഈ മാർഗങ്ങളിലൂടെ നമ്മൾ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ മൊത്തം ആത്യന്തികമായ വിളി നമ്മൾ ശരിക്കും പൊളിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒറ്റ പ്രാർത്ഥന അതാണ്, വിശുദ്ധരാവുക. അതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി വിളി. ഇനി നമുക്ക് ആ വിളിയിലേക്ക് സഹായിക്കുന്ന ചെറിയ ചെറിയ വിളികൾ, അതാണ് നമ്മുടെ പൗരോഹിത്യ സന്യാസ കുടുംബജീവിതത്തിലേക്കുള്ള വിളികൾ. അപ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ദൈവവിളി എന്ന് പറയുമ്പോഴേ ഏറ്റവും ആദ്യം നമ്മൾ വിചാരിക്കുന്നത് പൗരോഹിത്യം സന്യാസം അത് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, കുടുംബജീവിതത്തിലേക്കുള്ള വിളി അതിൽ തന്നെ ശ്രേഷ്ഠവും ദൈവവിളി തന്നെയാണ്. അത് ബാല്യം മുതൽ മക്കൾക്ക് കൊടുക്കണം കേട്ടോ. നമ്മൾ കുടുംബജീവിതം കണ്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് തോന്നണം ഇത് ദൈവവിളിയാണെന്നുള്ളത്. അത് പേരൻസിനുള്ള വലിയ ചലഞ്ചാണ്. ഈ രണ്ട് സാധനങ്ങളാണ് നമ്മളെപ്പോഴും ദൈവവിളി എന്ന് പറയുന്നത്. പൗരോഹിത്യ സന്യാസവും കുടുംബജീവിതവും നമ്മൾ വിട്ടുപോകുന്നൊരു സാധനമുണ്ട്. അത് പലപ്പോഴും അധികം ചർച്ച ചെയ്യപ്പെടാറില്ല. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ഒട്ടും ചർച്ച ചെയ്യപ്പെടാറില്ല. അത് നമ്മുടെ ഏകസ്ത്വത്തിലുള്ള വിളിയാണ്. അതായത് സിംഗിൾ ലൈഫ്, ഏകസ്ഥ ജീവിതം എന്ന് നമുക്ക് അതിനെപ്പറ്റി പറയാം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും 10 + 2 കഴിയുമ്പോൾ വളരെ കുറച്ച് പേരൊക്കെ സന്യാസ പൗരോഹിത്യ ജീവിതത്തിലേക്കൊക്കെ പോകും. ബാക്കിയുള്ളവരൊക്കെ ഡിഗ്രി, ജോലി, PG ജോലിയൊക്കെ മേടിച്ചിട്ട് പിന്നെ കെട്ടുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. ഒരു 10-24 വയസ്സൊക്കെ കഴിയുമ്പോഴേ പെൺപിള്ളേരൊക്കെ കെട്ടിച്ചു വിടാനുള്ള തന്ത്രപ്പാടുകളൊക്കെ വീട്ടിൽ തുടങ്ങും. 10-22 വയസ്സൊക്കെ കഴിഞ്ഞാൽ ആൺപിള്ളേരെയും ശ്രമിച്ചു തുടങ്ങും. പലർക്കും പ്രിയപ്പെട്ടവരെ അവർ പ്രിപ്പയർഡ് ആയിട്ടുണ്ടോ ആ ദൈവവിളി സ്വീകരിക്കാൻ വേണ്ടിയിട്ട്? അല്ല അവർ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്? പലപ്പോഴും അവർക്ക് അതിനകത്തൊരു വിളിയുണ്ടോ എന്ന് പോലും നമ്മൾ ചർച്ച ചെയ്യാറില്ല. നമ്മൾ ഇമ്പോസ് ചെയ്യപ്പെടും, നമ്മുടെ കമ്മ്യൂണിറ്റി തലത്തിൽ തന്നെ ഇമ്പോസ് ചെയ്യാണ്. അതിൽ പലർക്കും ചിലപ്പോൾ വിവാഹത്തിന് വിളി ഉണ്ടാവില്ല. ഞാൻ തന്നെ പലപ്പോഴും ഇങ്ങനെ ഈ പല കപ്പിൾസിനെയൊക്കെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് മനസ്സിലായിട്ടുണ്ട് ഇവർക്ക് ദൈവവിളി ഉണ്ടായിരുന്നു കുടുംബജീവിതത്തിൽ. സംശയം തോന്നിയിട്ടുണ്ട്. പലരുടെയൊക്കെ വിളി കുടുംബജീവിതത്തിലേക്ക് ആര് ചിലപ്പോൾ സിംഗിൾ ലൈഫിനുള്ളതായിരിക്കും. ഏകസ്ഥ ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കുറെ കൂടി ശുശ്രൂഷാ ജീവിതം നയിക്കാനുള്ള വിളി ഒത്തിരി പേർക്ക് കാണും. അതൊന്നും നിങ്ങളുടെ പരിഗണനയ്ക്ക് കൂടി മാതാപിതാക്കളെ വെക്കണം എന്നൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് ദൈവവിളി എങ്ങനെ മനസ്സിലാക്കാം എന്നതിലേക്ക് പോകാം. ദൈവവിളി മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് ബാല്യം മുതൽ തന്നെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്നുള്ളതാണ്. കാരണം ദൈവവിളിയാണ്, ദൈവമാണ് വിളി കൊടുക്കുന്നത്. ആ വിളി മനസ്സിലാവണമെങ്കിൽ ദൈവത്തോട് ട്യൂൺഡ് ആയിരിക്കണ്ടേ. ഇപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ഫോൺ ചെയ്യാൻ ഒന്ന് ഉറപ്പുണ്ടെങ്കിൽ, വൈകുന്നേരം ഒരു ഫോൺ കോൾ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ ഫോൺ എടുത്ത് വെക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യും. അതായത് സ്റ്റേ ട്യൂൺഡ് ഓർ സ്റ്റേ അലേർട്ട്. അതാണ് നമുക്ക് ദൈവവിളി മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല കാര്യം. കുഞ്ഞുങ്ങളെ ബാല്യം മുതൽ ദൈവത്തോട് ചേർത്ത് വളർത്തുക. അതിനൂടെ കുറേ എക്സ്ട്രാ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് വളർന്നു വരുമ്പോഴത്തേക്ക് അവരുടെ ദൈവവിളി ഏതാണെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ പെട്ടെന്ന് പറ്റും. അത് ചില കാര്യങ്ങൾ ഇതാണ്. ഒന്നാമതായിട്ട് ബാല്യം മുതൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജപമാലയൊക്കെ ചൊല്ലുമ്പോഴത്തേക്ക് ഒരു രഹസ്യമൊക്കെ മക്കളുടെ ദൈവവിളി തിരിച്ചറിയാൻ വേണ്ടി തന്നെ ഒരു രഹസ്യം നിങ്ങൾ എല്ലാ ദിവസവും കൊന്തയിൽ പ്രാർത്ഥിക്കുക. മക്കളുടെ ദൈവവിളി തിരിച്ചറിയുക. അപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിൽ സംതിങ് ഇമ്പോർട്ടൻറ്റ്. അവരുടെ പ്രൊഫഷനേക്കാളും കരിയറിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ദൈവവിളി തിരിച്ചറിയുക എന്നുള്ള സാധനം ബാല്യത്തിൽ തന്നെ അവരുടെ തലയിലേക്ക് കയറും. പിന്നെ ചെറിയ ചെറിയ സുഹൃദേവങ്ങളൊക്കെ പഠിപ്പിക്കുക. ഈശോയെ എൻ്റെ ദൈവവിളി തിരിച്ചറിയാനായിട്ട് എന്നെ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങൾ ചെറിയ സുഹൃതജപങ്ങളൊക്കെ ചെറുപ്പത്തിൽ മുതൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. അടുത്തൊരു കാര്യം ചെയ്യാവുന്ന ആനുവൽ റിട്രീറ്റ്. എല്ലാ വർഷവും കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടൊരു ധ്യാനത്തിന് കൊണ്ടുപോകണം. ഫാമിലി ഒരുമിച്ച് തന്നെ പോകണം. അപ്പോൾ അവിടെ വെച്ചൊക്കെ കുറേ സ്പാർക്കുകൾ കിട്ടും. പ്രത്യേകിച്ച് ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോൾ നല്ല കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഒരു പക്ഷേ ദൈവം അവർക്ക് നേരിട്ട് തന്നെ അവരുടെ ദൈവവിളി ഏതാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ കിട്ടും. മറ്റൊരു നല്ലൊരു കാര്യം, കുടുംബം ഒന്നിച്ച് തന്നെ മാസത്തിൽ ഒന്നെങ്കിലും ഒന്ന് കുമ്പസാരിക്കാനായിട്ട് പോകണം കേട്ടോ. കുടുംബം ഒന്ന് അവർ സ്ഥിരം കുമ്പസാരക്കാരൻ ബാല്യത്തിലെ മുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്ഥിരം കുമ്പസാരക്കാരനായിട്ട് കിട്ടുവാണെങ്കിൽ, അവരുടെ ആത്മീയ ഉപദേഷ്ടാവിനെ കിട്ടുവാണെങ്കിൽ എത്ര സൂപ്പറായിരിക്കും എന്നറിയാവോ. അവർക്ക് എങ്ങനെ ദൈവസ്വരം കേൾക്കാം, ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് ഇതെല്ലാം പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് സ്ഥിരമായൊരു കുമ്പസാരക്കാരനൊക്കെ ഉണ്ടെങ്കിൽ കുമ്പസാരം മാത്രമാക്കാതെ കുഞ്ഞുങ്ങൾ കുറച്ച് സംശയങ്ങൾ ചോദിക്കാനോ ആത്മീയ കാര്യങ്ങൾ ചോദിക്കാനോ അവരുടെ ആത്മീയ അവസ്ഥ ആ വൈദികന് മനസ്സിലാക്കാനൊക്കെ ഒത്തിരി നന്നായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ ഓടി പിടിപ്പിച്ചൊരു കുമ്പസാരത്തിനൊക്കെ പള്ളിയിൽ പോകുമ്പോൾ അത് ഒരിക്കലും സാധിക്കത്തില്ല. അവിടെ തന്നെ പേഴ്സണലായിട്ട് ഒരാളെ കണ്ടുപിടിക്കാൻ കുഞ്ഞിലെ മുതൽ തന്നെ കുഞ്ഞുങ്ങളെ സഹായിക്കുക. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ദൈവവിളിയുടെ ഒരു സ്പാർക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാവും. അടുത്തതായിട്ട് നമ്മൾ കുടുംബത്തിൽ ചെയ്യേണ്ട, കുഞ്ഞുങ്ങൾക്ക് അഭിപ്രായം പറയാനായിട്ട് ചെറുപ്പത്തിൽ മുതൽ ചാൻസ് കൊടുക്കും കേട്ടോ. അതായത് അവർ നിങ്ങളുടെ തലയ്ക്കിരുന്ന് കളിക്കാനുള്ള ചാൻസ് അല്ല അത് ഉദ്ദേശിച്ചത്. അതിനപ്പുറം അവർക്ക് ചില കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ അഭിപ്രായ സ്വാതന്ത്ര്യം. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്, ഇത് പറഞ്ഞാൽ ശരിയാവോ, പറഞ്ഞാൽ തെറ്റിപ്പോവോ. അത് വീട്ടിൽ ഇങ്ങനെ ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ട് സ്കൂളിലൊക്കെ വരുമ്പോൾ പിള്ളേർ ഭയങ്കരമായിട്ട് സൈലൻ്റ് ആയിപ്പോവും. പക്ഷേ വീട്ടിൽ തന്നെ അങ്ങനെ ചില നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരുമ്പോൾ ഒരു വണ്ടി എടുക്കാൻ പോകും, അല്ലെങ്കിൽ മൊബൈൽ മേടിക്കാൻ പോകും, ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പിള്ളേർ അഭിപ്രായം കൂടി ചോദിക്കുക. അപ്പോൾ അവർക്കും ചില കാര്യങ്ങളൊക്കെ പറയാൻ കാണും. അവരുടെ പ്രായത്തിനൊപ്പിച്ചിട്ട് അതൊന്ന് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ അവർ പിന്നീട് പല ആഗ്രഹങ്ങളും അവർ തന്നെ പ്രകടിപ്പിക്കും. എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് ദൈവവിളിയെ പറ്റി ഇങ്ങനെ സംശയങ്ങളുണ്ട്, എനിക്ക് ചില ജീവിതാന്തസിനെ പറ്റി ഇങ്ങനെ തിരക്കുന്ന ആഗ്രഹമുണ്ട്. അവർ പ്രകടിപ്പിക്കും. അങ്ങനെ പ്രകടിപ്പിക്കണമെങ്കിൽ വീട്ടിലെ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയൊരു അവസ്ഥ വേണം. ഇതിന് മറുപുറമുണ്ട്. പേരൻസ്, നിങ്ങളല്ല മക്കൾക്ക് വേണ്ടി ഡിസിഷൻ എടുക്കേണ്ടത്.
നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും നിങ്ങൾ ഡിസിഷൻ എടുക്കാനായിട്ട് അവരെ സഹായിക്കുകയും അവർക്ക് ഓപ്പർച്യൂണിറ്റീസും എക്സ്പോഷേഴ്സും കൊടുക്കുക ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഈ ഏഞ്ചൽസ് ആർമിലെ തന്നെ കുറേ അധികം പേരൻസ് ചെയ്യുന്ന മനോഹരമായൊരു സംഭവമുണ്ട്. എല്ലാ അവധിക്കാലത്തും അവരുടെ ടീനേജിലൊക്കെ എത്തിയ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവർ തൊട്ടടുത്തുള്ള ആശ്രമങ്ങൾ, മഠങ്ങൾ, മിണ്ടാമഠങ്ങൾ, പ്രത്യേകമായിട്ട് ലൈഫ് സ്റ്റൈൽ നയിക്കുന്നവരൊക്കെ കൊണ്ട് കാണിക്കും. ഒരു ദിവസമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യും, കുറച്ച് അവേഴ്സ് അവരോട് സ്പെൻഡ് ചെയ്യും. അപ്പോൾ പിള്ളേർക്ക് ഒരു എക്സ്പോഷർ കിട്ടണം, ഇങ്ങനെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ലൈഫ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ചിലപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുട്ടി ഒരു മിണ്ടാമഠം കാണാൻ പോയപ്പോൾ അവർക്ക് മനസ്സിലായത്, അവർക്കൊരു സ്പാർക്ക് കിട്ടിയത്. അവൾ മിണ്ടാമഠത്തിൽ ചെന്നപ്പോൾ ഉടുപ്പിട്ട് അവിടുത്തെ കന്യാസ്ത്രീയായി മാറി. അതുകൊണ്ട് മക്കൾക്ക് മാക്സിമം എക്സ്പോഷേഴ്സ് കൊടുക്കുക. നിങ്ങളൊരിക്കലും മക്കൾക്ക് വേണ്ടി ഡിസിഷൻ എടുക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, ചാവറയച്ചൻ വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. മാതാപിതാക്കളെ, മക്കളെ നിങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ചു തന്ന നിധികളാണ്. നിങ്ങൾ അവരെ ഏറ്റവും നന്നായിട്ട് കൊണ്ടു നടന്ന് ദൈവത്തിന് തിരിച്ചേൽപ്പിക്കുവാനായി നിങ്ങൾ കടപ്പെട്ടവരാണ്. നിങ്ങൾ ഓണേഴ്സ് അല്ല, നിങ്ങൾ കെയർ ടേക്കേഴ്സാണ് മാതാപിതാക്കളെ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ, പ്ലീസ് നിങ്ങൾ ആ മക്കളെ ഡിസിഷൻസ് അടിച്ചേൽപ്പിക്കരുത്. മറിച്ച് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് അവരെ ആനയിക്കാനുള്ള, അതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. പലപ്പോഴും ഞാനൊരു 2 വർഷത്തിലധികം ഒരു വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് സെർവ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മാതാപിതാക്കൾ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞത് നന്നായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പലപ്പോഴും വൊക്കേഷൻ പ്രൊമോഷൻ ബന്ധപ്പെട്ട് ഒത്തിരി സ്കൂളുകളോട് യാത്ര ചെയ്തപ്പോഴത്തേക്ക് ടീച്ചേഴ്സൊക്കെ തന്നെ പറയും, അച്ഛാ ആ കുട്ടി സൂപ്പർ കുട്ടിയാണ്, ഉറപ്പായിട്ട് ദൈവവിളിയുണ്ട്, ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ കാണുന്നതല്ല, എന്തൊരു ആഗ്രഹമാണെന്നറിയോ നമ്മളാ കുട്ടിയെ പോയി കാണുന്നു. ആ കുട്ടിക്കും ഭയങ്കര താല്പര്യം. അപ്പോൾ പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, വീട്ടിൽ സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മൾ പതുക്കെ ആ കുഞ്ഞ് നമ്മളെയും നിർബന്ധിച്ച്, നമുക്ക് പേടി വീട്ടിലേക്ക് ചെല്ലാം. ചില പേരൻസൊക്കെ ഭയങ്കര കട്ടയ്ക്ക് നമ്മൾ പെരുമാറും. എന്നാലും കുഞ്ഞിൻ്റെ ദൈവവിളി പ്രോത്സാഹിപ്പിക്കാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എത്ര മനോഹരമായിട്ടത്ര ചില പേരൻസ് നമ്മളെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി വിടുന്നത്. അച്ഛൻ അവൻ കൊച്ചല്ലേ, അവന് ഡിസിഷൻ എടുക്കാൻ പ്രായമുണ്ടോ, അവൻ പോയാൽ തിരിച്ചു പോരത്തില്ലേ, അവൻ +2 കഴിയട്ടെ, അല്ലെങ്കിൽ ഡിഗ്രി കഴിയട്ടെ, കുറച്ചാൾ ജോലി ചെയ്യട്ടെ. ഇങ്ങനെ +2 ഡിഗ്രിയും ജോലിയും കഴിഞ്ഞിട്ട് ദൈവവിളി നഷ്ടപ്പെട്ടു പോയ, ദൈവവിളി സ്വീകരിക്കാൻ പറ്റാതെ പോയ എന്തോരം കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ടെന്നറിയോ? വായ് പേരൻസ് ആണ് അവർക്ക് വേണ്ടി ഡിസിഷൻ എടുത്തത്. ഇത് ദൈവങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. പലപ്പോഴും എഞ്ചിനീയറിംഗും ഡോക്ടറിനും അല്ലെങ്കിൽ മറ്റ് പല പ്രൊഫഷനിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്ന അവരുടെ ഇഷ്ടം വെച്ച് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് പേരൻസ് അടിച്ചേൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട പേരൻസ്, സ്ട്രോങ്ലി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള, നിങ്ങൾക്ക് നേടാൻ സാധിക്കാതെ പോയ ചില കാര്യങ്ങൾ നേടാനുള്ള ഉപകരണങ്ങളോ സാധനങ്ങളോ അല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. ദൈവം തന്ന സമ്മാനങ്ങളാണ്. ദൈവവിളി അവരുടെ എന്താണെന്ന് നിങ്ങളാണ് അവരെക്കാളും ദൈവത്തോടൊപ്പം എന്ന് മനസ്സിലാക്കുകയും അതിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഗീവ് ദം മാക്സിമം എക്സ്പോഷേഴ്സ്. അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സാധ്യതകൾ കൊടുക്കും. ഒപ്പം നിങ്ങളുടെ കുടുംബജീവിതം കാണിച്ച് നിങ്ങളവരെ കൊതിപ്പിക്കുക. നിങ്ങളുടെ സന്തോഷപൂർവ്വമായ ഭാര്യാഭർത്തൃ ജീവിതം, പരസ്പരം ബഹുമാനിക്കുന്ന ജീവിതം കണ്ട് മക്കൾ കൊതിക്കട്ടെ, ഇത്രയും സൂപ്പറാണ് കുടുംബജീവിതമെന്ന്. പലപ്പോഴും ഞാൻ കുഞ്ഞുങ്ങളെ, ടീനേജേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവർ പലരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്ത, പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം വീട്ടിലെ അപ്പൻ്റെ അമ്മയുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ പാളിച്ചകളും തകർച്ചകളും കണ്ട് പേടിയാണ് ഇത് തന്നെ ഫ്യൂച്ചറിൽ സംഭവിക്കുമെന്നുള്ള പോലും. അതുകൊണ്ട് പ്ലീസ് നിങ്ങളുടെ ദൈവവിളി ആദ്യം നിങ്ങൾ മനോഹരമായി ജീവിക്കുക. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ദൈവവിളി തിരഞ്ഞെടുക്കാനുള്ള നല്ലൊരു ആംബിയൻസ് നാച്ചുറലി വീട്ടിൽ തന്നെ സെറ്റായിക്കൊള്ളും. അവസാനമായിട്ട് നമ്മുടെ ഹോൾ കമ്മ്യൂണിറ്റിയുടെ, സമൂഹത്തോടെ ഒഴിവാക്ക്. പലപ്പോഴും പല കുഞ്ഞുങ്ങൾക്കും അതുപോലെ ദൈവവിളി തിരഞ്ഞെടുക്കുക, പ്രത്യേകിച്ച് പൗരോഹിത സന്യാസ വിളികൾ തിരഞ്ഞെടുക്കുന്ന ആഗ്രഹമുണ്ട്, അല്ലെ സിംഗിൾ ലൈഫ് തിരഞ്ഞെടുക്കുന്ന ആഗ്രഹമുണ്ട്, പേരൻസിനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സമൂഹത്തെ പലർക്കും പേടിയാണ്. സെമിനാരിയിൽ പോയി അല്ലെങ്കിൽ സിസ്റ്റർ ആവാൻ പോയി പ്രത്യേക ലൈഫ് സ്റ്റൈൽ തിരഞ്ഞെടുത്തു, എന്നിട്ട് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ സമൂഹം മുഴുവൻ സെമിനാരി ജമ്പർ, മടം ചാടി എന്നൊക്കെ പറഞ്ഞങ്ങ് അപമാനിക്കുന്നതുകൊണ്ട് നമുക്ക് സഹതാപം തോന്നും. ഇതൊരു ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ. അവരെയൊക്കെ ഒന്ന് അനുവദിക്ക്, അവർ ദൈവവിളി തിരഞ്ഞെടുക്കാനും ആ ദൈവവിളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ. എന്തോരം പ്രായമായവരെയും കണ്ടിട്ടുണ്ടെന്നറിയാവോ? ഈ ജീവിതാവസാനത്തിൽ പോലും അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയ ആഗ്രഹമായിരുന്നു സെമിനാരിലൊക്കെ പോകണമെന്ന്, പക്ഷേ അന്നത്തെ സാഹചര്യം വെച്ചൊന്നും പറയാൻ പോലും ഒരു ധൈര്യമില്ലായിരുന്നു, ഒരു പേടിയായിരുന്നു. എങ്ങാനും തിരിച്ചു പോരേണ്ടി വന്നാലും. ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ദൈവവിളി തിരഞ്ഞെടുക്കാനായിട്ട് +2 കഴിഞ്ഞ് തീരുമാനിച്ചപ്പോഴത്തേക്ക് എൻ്റെ 3 പെങ്ങന്മാർ സ്ട്രോങ് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരേപോലെ പറഞ്ഞൊരു വാചകമുണ്ട്, യു ജസ്റ്റ് ട്രൈ, നീ ധൈര്യമായിട്ട് പോ, പറ്റില്ല തിരിച്ചു പോവാ, ഞങ്ങൾ നോക്കിക്കോളാം ബാക്കി. ഈ ഒരു ബലം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. പ്രിയപ്പെട്ട യങ്സ്റ്റേഴ്സ്, എസ്പെഷ്യലി ടീനേജേഴ്സ്, നിങ്ങൾ ഈ ജീവിതവിളിയായിട്ട് ദൈവവിളിയായിട്ട് ബന്ധപ്പെട്ട് കൺഫ്യൂഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിലൈ ഓൺ ഗോഡ് ആൻഡ് ജസ്റ്റ് ലീപ്പ് ഇൻ ടു ഡാർക്ക്നെസ്. ഈ വാക്ക് സോറൻ കീർക്കഗാർ എന്ന് പറയുന്ന എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫർ അബ്രാഹത്തിൻ്റെ യാത്രയെപ്പറ്റി പറയുന്നത്, ദൈവം അബ്രാഹത്തെ വിളിച്ചപ്പോൾ അബ്രാഹം എടുത്തു ചാടി പോയതിനെ പറ്റി പറഞ്ഞ വാക്കാണ് ലീപ്പ് ഇൻ ടു ഡാർക്ക്നെസ്, ജസ്റ്റ് ജംപ്. ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. മക്കളെ, നിങ്ങൾ ധൈര്യമായിട്ട് കർത്താവ് വിശ്വസിച്ചങ്ങ് എടുത്തു ചാട്, കർത്താവ് ബാക്കി നോക്കിക്കൊള്ളും. നമുക്കൊന്ന് ചേർന്ന് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ,
കുടുംബം ഒന്നു ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം എന്ന വലിയ ദൈവവിളി ഞങ്ങൾക്ക് നൽകിയതിനോട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ നിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഡിസിഷൻ ഞങ്ങളെടുക്കാതെ ദൈവഹിതം നിൻ്റെ ഇഷ്ടം എന്നാന്ന് മനസ്സിലാക്കി അതിന് മക്കളെ സഹായിക്കാൻ ഞങ്ങൾക്ക് വലിയ കൃപ തരണമേ. ഞങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ട് ദൈവ ഇഷ്ടം നോക്കാനുള്ള കൃപ തരണമേ. പ്രത്യേകിച്ച് ഈശോയെ വളർന്നു വരുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവവിളി ശരിക്കും മനസ്സിലാക്കാനും ധൈര്യപൂർവ്വം ആ ദൈവവിളി സ്വീകരിക്കാനും ആ ദൈവവിളിയിൽ ഉത്തരോത്തരം വളരാനും കൃപ തരണമേ. പ്രത്യേകിച്ച് ദൈവവിളി സ്വീകരിച്ച എല്ലാ മക്കളെയും കുടുംബങ്ങളെയും വൈദികരെയും സന്യസ്തരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വിളിയിലൂടെ ഏറ്റവും വലിയ വിളിയായ വിശുദ്ധിയിലേക്ക് ഓരോ ദിവസവും വളർന്നെടുക്കാനുള്ള കൃപ തരണമേ. എല്ലാ അവിശ്വസ്തതകളെയും ഞങ്ങളുടെ വിളിയിൽ ഞങ്ങൾ നടത്തിയ എല്ലാ അവിശ്വസ്തകളെടുത്ത് മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വിശുദ്ധിയോടെ, കൂടുതൽ താല്പര്യത്തോടെ, കൂടുതൽ ഫെയ്ത്ത്ഫുൾനെസ്സോടെ ജീവിക്കാൻ കൃപ ഞങ്ങൾക്ക് തരണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛാ. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ പ്രേക്ഷകർക്കുണ്ടെങ്കിൽ ഏഞ്ചൽ സാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484255913 അല്ലെങ്കിൽ നിങ്ങൾ മെയിൽ അയക്കേണ്ടത് info@angelsami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. അൺടിൽ ദെൻ, ഗുഡ് ബൈ. ഈ ഓൺലൈൻ സെഷനിൽ വന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.